9th Standard Maths Chapter 4 page 73 questions. First question. Okay, these are the numbers. Then mark a square of 4 numbers. ഏതെങ്കിലും ഒരു സ്ക്വയർ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രൊഡക്ട്സ്. അല്ലേ, ഡയഗണൽ പ്രൊഡക്ട്സിന്റെ ഡിഫറൻസ് എന്താണ്? ഡയഗണൽ എന്ന് പറയുമ്പോൾ അല്ലേ ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ, ഇതാണ് നമ്മുടെ ഡയഗണൽ. അപ്പോൾ ഡയഗണൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഏതൊക്കെ ഡയഗണൽ പ്രൊഡക്ട്സ്? 7 into 3, ദെൻ നെക്സ്റ്റ് ഏതാ 2 into 8 അല്ലേ. അപ്പോൾ 7 into 3 equal to 21, 2 into 8 equal to 16. ഇനി ഡയഗണൽ പ്രൊഡക്ട്സ് കിട്ടി അല്ലേ. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 21 minus 16 equal to എത്ര കിട്ടാം? 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി വേറൊരു നമ്പർ കൂടി എടുത്ത് നോക്കാം അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡു വി ഗെറ്റ് ദ സെയിം ഡിഫറൻസ് ഫോർ എനി സച്ച് സ്ക്വയർ. ഇതുപോലെ ഏത് സ്ക്വയർ എടുത്താലും നമുക്ക് ഇതേ ഡിഫറൻസ് തന്നെയാണോ കിട്ടുന്നതെന്ന്. വേറൊരു സ്ക്വയറും കൂടെ എടുത്ത് നോക്കാം. ഇതെടുത്തു, ഡയഗണൽ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഡയഗണൽ വരച്ചു കൊടുത്തു. ഇനി പ്രൊഡക്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4 into 10, ദെൻ നെക്സ്റ്റ് ഏതാ 9 into 5. 4 into 10 40, 9 into 5 44 അല്ലേ. ഇനി അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 45 minus 40 equal to 5 അല്ലേ. അപ്പോൾ ഇതുപോലെ ഏത് നമ്പർ എടുത്താലും, ഇതിലെ ഏത് സ്ക്വയറുകൾ എങ്ങനെ എടുത്താലും ഇതിൻ്റെ ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 5 ആയിരിക്കും. Therefore difference remains the same. നെക്സ്റ്റ് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ഓൾജിബ്ര അല്ലേ. ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ആദ്യത്തെ സ്ക്വയർ അല്ലേ, 4 നമ്പേഴ്സിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ ഓൾജിബ്ര എഴുതണം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുമ്പോൾ ഇത് എത്രയായിരിക്കും? എക്സിൻ്റെ കൂടെ 1 കൂട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്പർ എത്രയായിരിക്കും? എക്സ് പ്ലസ് 1 അല്ലേ. ഇനി ഇവിടെ 2 ആണ് എക്സ്. അപ്പോൾ 7 എന്ന് പറയുമ്പോൾ എത്ര വരിക? എക്സ് പ്ലസ് 5 അല്ലേ. 2 + 5 ആണ് 7. അപ്പോൾ എക്സ് പ്ലസ് 5 എന്ന് വന്നു. ഇനി ഇത് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എന്താ നേരത്തെ ചെയ്ത ഡയഗണൽ പ്രൊഡക്ട്സ് അല്ലേ, ഡയഗണൽ പ്രൊഡക്ട്സ് ചെയ്തു. അപ്പോൾ എങ്ങനെ വരുന്നത്? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 എന്ന് വന്നു. ദെൻ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ചെയ്തു. എങ്ങനെയാണിത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ എക്സ് കൊണ്ട് എക്സിനെയും 6നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര വരിക? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 6 6x അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 അല്ലേ. അപ്പം എങ്ങനെ വരും? എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എക്സ് കൊണ്ട് എക്സിനെയും എക്സ് കൊണ്ട് 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. 5 കൊണ്ട് എക്സിനെയും 5 കൊണ്ട് 1നെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം എങ്ങനെ വരിക? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 1 1x പ്ലസ് 5 ഇൻറ്റു എക്സ് 5x 5 ഇൻറ്റു 1 5 അല്ലേ. ഇതിൽ നമുക്ക് ഇത് രണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലേ. 1x പ്ലസ് 5x അപ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 എന്ന് കിട്ടി അല്ലേ. ഇനി എന്താ? 2 ഡയഗണൽ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? എക്സ് സ്ക്വയർ പ്ലസ് 6x അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ നേരെ താഴെ വേണം എക്സ് സ്ക്വയർ എഴുതാൻ. 6xൻ്റെ നേരെ താഴെ വേണം 6x എഴുതാൻ അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയർ പോകുമ്പോൾ എന്താ? 0 വന്നു, ഇവിടെ 0 വന്നു, പ്ലസ് 5 അല്ലേ, ഇവിടെ 5 വന്നു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്? Therefore the difference equal to എന്ത് കിട്ടി? 5 എന്ന് കിട്ടി.